സ്പോട്ട് ലൈവ് തുടരുന്നു. ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാർ തർക്കം ഒത്തുതീർപ്പിലേക്ക്. സുരേഷ് കുമാറിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാമെന്ന് ആന്റണി പെരുമ്പാവൂർ ഫിലിം ചേംബർ ഭാരവാഹികൾക്ക് ഉറപ്പ് നൽകിയെന്നാണ് പുറത്തുവരുന്ന വിവരം. എമ്പുരാൻ സിനിമയോട് പ്രതികാരത്തിനില്ല എന്ന നിലപാടിലാണ് ഫിലിം ചേംബറും. ഒരാഴ്ചക്കകം എല്ലാം പരിഹരിക്കുമെന്ന് ഫിയോക്കും വ്യക്തമാക്കിയിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി. ആജ്ഞ, നേരത്തെ എമ്പുരാൻ സിനിമയുടെ റിലീസിന്റെ അന്ന് സിനിമാ തിയേറ്ററുകൾ അടച്ചിട്ട് സമരം ചെയ്യുമെന്ന രീതിയിൽ ഒരു ഭീഷണി പോലും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാരും തമ്മിലുള്ള തർക്കം സിനിമാ മേഖലയിലേക്ക് വലിയ പ്രതിസന്ധിയിലേക്ക് വരെയും പോകുന്ന സാഹചര്യം പോലും ഉണ്ടായതാണ്. ഏറ്റവും ഒടുവിൽ ഇതെങ്ങനെയാണ് ഇതൊരു ഒത്തുതീർപ്പിലേക്ക് വന്നത്? ഫിലിം ചേംബർ പ്രസിഡന്റും ആന്റണി പെരുമ്പാവൂരും തമ്മിൽ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇതൊരു ഒത്തുതീർപ്പ് ഫോർമിലേക്ക് എത്തിയിരിക്കുന്നത്? ആജ്ഞ. ആന്റണി പെരുമ്പാവൂരിനോട് ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബ് സംസാരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കമന്റുകളാണ് സുരേഷ് കുമാർ മുന്നോട്ട് വെച്ച കമന്റാണ് ഇത്തരത്തിലുള്ള വലിയൊരു തർക്കത്തിനിടയാക്കിയത് എന്നൊരു സാഹചര്യവും മാത്രമല്ല, തുടർന്ന് സുരേഷ് കുമാറിനെതിരെ ആന്റണി പെരുമ്പാവൂർ ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. അതാണ് വലിയ തർക്കത്തിലേക്കും ഇരുചേരിതിരുന്ന അധികായന്മാർ, സിനിമാ മേഖലയിലെ അധികായന്മാർ തന്നെ ഇരുചേരിയിലും തിരിഞ്ഞ് പോരടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തിച്ചത്. ഇതിന് ഒത്തുതീർപ്പാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ്. സമരം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലല്ല ഒത്തുതീർപ്പാക്കിയിരിക്കുന്നത്. ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാർ തർക്കമാണ് ഒത്തുതീർപ്പാക്കിയിരിക്കുന്നത്. അത് ഈ BR ജേക്കബ്, അതായത് ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബ് ആന്റണി പെരുമ്പാവൂരുമായി സംസാരിച്ചിരുന്നു. ആന്റണി പെരുമ്പാവൂർ ദുബായിലാണുള്ളത്. അവിടെ വെച്ച് ആൻഡ്രോ ജോസഫും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച ആൻഡ്രോ ജോസഫും സംസാരിച്ചിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ, കാരണം ഈ ഒരു തർക്കം സമരത്തിന്റെ ഒരു പ്രാധാന്യത്തെ അല്ലെങ്കിൽ ഫിലിം ചേംബർ മുന്നോട്ട് വയ്ക്കുന്ന ഈ ആവശ്യങ്ങളെ തള്ളിക്കളയുന്ന തരത്തിലേക്ക്, അതിനെ ഡൈലൂട്ട് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് മാറുന്നു എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് എത്രയും വേഗം പരിഹാരമുണ്ടാക്കാൻ, തർക്കത്തിന് പരിഹാരമുണ്ടാക്കാൻ നീക്കം ആരംഭിച്ചത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നായാലും ഫിലിം ചേംബറിന്റെ ഭാഗത്തു നിന്നായാലും അതിനുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. പലതവണ തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നതുമാണ്. പക്ഷെ ഫലം കണ്ടിരുന്നില്ല. നേരത്തെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ തർക്കം പരിഹരിക്കാനുള്ള ഒരു നീക്കം ഉണ്ടാകുമെന്ന് വ്യക്തിപരമായും അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ട്രഷറർ എന്നുള്ള നിലയിലും ലിസ്റ്റിൻ സ്റ്റീഫൻ അങ്ങനെ വ്യക്തമാക്കിയിരുന്നതാണ്. എന്നിരുന്നാൽ പോലും അതൊക്കെ പിന്നീട് കൂടുതൽ കടുക്കുന്ന ഒരവസ്ഥയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണം, ഇതില്ലെങ്കിൽ 7 ദിവസത്തിനകം പിൻവലിച്ചില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് ഫിലിം ചേംബർ കഴിഞ്ഞ ദിവസം കാരണം കാണിക്കൽ നോട്ടീസ് ആന്റണി പെരുമ്പാവൂർ നൽകിയതാണ്. ഒടുവിൽ സംഘടനകൾക്ക് വഴങ്ങേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ എത്തി നിൽക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഫിലിം ചേംബറിനോട് ഉറപ്പ് നൽകിയിട്ടുണ്ട് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാം. വലിയ സമ്മർദ്ദം, ഭീഷണിയൊക്കെ ഇതിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ ഈ ആശീർവാദ് ഫിലിംസിന്റെ ഓഫീസിൽ ഇൻകം ടാക്സിന്റെ ഒരു റെയ്ഡ് നടന്നു എന്ന രീതിയിലുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നല്ലോ. ഇതൊക്കെ ഈ സിനിമാ തർക്കവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ റെയ്ഡ്. മാത്രമല്ല, പിന്നീട് എമ്പുരാൻ സിനിമയുടെ റിലീസിന്റെ അന്ന് തിയേറ്ററുകൾ അടച്ചിട്ട് സമരം ചെയ്യുമെന്ന രീതിയിലുള്ള ചില നീക്കങ്ങളും ഉണ്ടായി. ഒടുവിൽ ആന്റണി പെരുമ്പാവൂരിന് ഈ സമ്മർദ്ദത്തിനൊക്കെ വഴങ്ങേണ്ടി വന്നതാണോ? ടോം, അത്തരത്തിൽ അനുമാനിക്കാം, വേണമെങ്കിൽ അത്തരത്തിൽ നമുക്ക് റീഡ് ചെയ്യാവുന്നതാണ്. കാരണം ഈ TDS ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ FB പോസ്റ്റ് പിൻവലിച്ചു എന്ന് പറയുന്നു. അതായത് പൂർണ്ണമായും അങ്ങനെയെങ്കിൽ ഈ പ്രശ്നം അവസാനിച്ചു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ടോം, കാരണം അല്പം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട BR ജേക്കബ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം ഇങ്ങനെ തന്നെ പറയേണ്ടത് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാമെന്ന ഉറപ്പ് ആന്റണി പെരുമ്പാവൂർ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലായി അങ്ങേയറ്റം സമ്മർദ്ദത്തിലൂടെ ഒരു പക്ഷേ കടന്നുപോയിരിക്കാം. ആശീർവാദ് ഫിലിംസിന്റെ ഓഫീസിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ മുതൽ ഇൻകം ടാക്സിന്റെ പരിശോധനയുണ്ട്. TDSുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന എന്ന ഇൻകം ടാക്സ് വകുപ്പ് വിശദീകരിക്കുന്നുണ്ടെങ്കിൽ പോലും രാവിലെ 10 മണിക്ക് തുടങ്ങിയ പരിശോധന വൈകുന്നേരം ആയിട്ടും
രാത്രി ഏറെ വൈകിട്ടും അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം അതൊരു റുട്ടീൻ പരിശോധന മാത്രമാണ്. എന്നിരുന്നാൽ പോലും അത് എല്ലാ ഓഫീസുകളിൽ, കോർപ്പറേറ്റ് ഓഫീസുകളിലായാലും അതല്ലെങ്കിൽ തൊഴിൽ ദാതാക്കൾക്കുള്ള എല്ലാ ഓഫീസുകളിലും നടന്നു വരുന്ന ഒരു പരിശോധനയാണ്. പക്ഷേ അതിന് ഏറി വന്നാൽ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറിനപ്പുറത്തേക്ക് പരിശോധനകൾ നീളാറില്ല. അതൊരു റുട്ടീൻ പരിശോധനയുടെ ഭാഗമായി മാത്രമാണ്. പക്ഷേ ഇന്നലെ നടന്നത് അത്തരത്തിലാണോ എന്നുള്ള കാര്യം വീണ്ടും ആലോചിക്കേണ്ടി വരും. കാരണം രാവിലെ 10 മണിക്ക് തുടങ്ങിയ പരിശോധനയാണ്. അത് ഈ പറയുന്നത് പോലെ രാത്രി വരെ നീണ്ടു, ഏറെ വൈകിയും ആ പരിശോധന നീണ്ടു എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ ആശീർവാദ് ഫിലിംസിനെയും ആന്റണി പെരുമ്പാവൂരിനെയും എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല സുരേഷ് കുമാറുമായി തർക്കത്തിലായിരുന്ന സമയത്ത് ആന്റണി പെരുമ്പാവൂരിന് നിരുപാധിക പിന്തുണയുമായി മോഹൻലാൽ രംഗത്ത് വന്നിരുന്നു. മോഹൻലാൽ അത്തരത്തിൽ ആന്റണി പെരുമ്പാവൂരിന് പിന്തുണ അർപ്പിച്ച് പരസ്യമായി പോസ്റ്റ് ഇട്ടതിന് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് ഇമോഷണലി ജി സുരേഷ് കുമാർ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതേ തുടർന്ന് മോഹൻലാൽ ഒത്തുതീർപ്പിന് വിളിച്ചിരുന്നു, സംസാരിക്കാൻ വിളിച്ചിരുന്നു. മോഹൻലാലുമായി തനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിൽ ഇപ്പോൾ സംസാരിച്ചാൽ അതൊരു പക്ഷേ അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയുള്ളൂ. അതുകൊണ്ട് താൻ ഇപ്പോൾ പ്രതികരിക്കില്ല എന്ന് തന്നെയായിരുന്നു. ഇവരുടെ ആരുടെയും ഫോൺ താൻ അറ്റൻഡ് ചെയ്യില്ല എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസവും ഈ മീറ്റിംഗ്, ഫിലിം ചേംബറിന്റെ മീറ്റിംഗ് വിളിച്ചപ്പോൾ യോഗത്തിന് ശേഷം നാം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും ജി സുരേഷ് കുമാർ പറഞ്ഞത് അങ്ങനെയാണ്. മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള മുൻനിര താരങ്ങളൊക്കെ തന്നെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും താൻ മറുപടി പറയാൻ പോകുന്നില്ല. കാരണം ഇത് ഒന്ന് തണുക്കട്ടെ, ഇതൊന്ന് ശമിക്കട്ടെ, അതിനുശേഷം ഞാൻ അവരോട് സംസാരിച്ചോളാം, ഇവരോട് ആരോടും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുമ്പോഴും ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ച് താരനിര തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് സിനിമയിലെ അതികായന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും ഈ തർക്കം വഴിവെച്ചു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ തർക്കത്തിന് തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. താരങ്ങളുടെ ഈ റെമ്യൂണറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തർക്കത്തിലിരിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട താരങ്ങളുമായി ഇത്തരത്തിലൊരു ക്ലാഷിലേക്ക് മാറുന്നത് ഒരുപക്ഷെ അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ അതല്ലെങ്കിൽ ഫിലിം ചേംബറിനെയൊക്കെ സാരമായി ബാധിച്ചേക്കാം എന്ന് ഉള്ള ഒരു സാഹചര്യം അത് സിനിമാ മേഖലയ്ക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഒരു പ്രവണതയാണത്. അതിനിടെ ഈ സർക്കാരുമായി ചർച്ചയ്ക്ക് ശ്രമം നടത്തുന്നുണ്ടല്ലോ. എല്ലാവരും ഒരുമിച്ച് സർക്കാരിനെ, അതായത് സിനിമാ മന്ത്രിയായിരിക്കും ഒരുപക്ഷെ സമീപിക്കും എന്നാണ് ഫിയോക്കിൻ്റെയും ഫിലിം ചേംബറിൻ്റെയൊക്കെ പ്രതിനിധികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് സിനിമാ പ്രതിഫലവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയായിരിക്കുമോ, അതോ ഈ തുടർച്ചയായി സിനിമാ മേഖലയിൽ ഇപ്പോൾ ഉരുത്തിരിയുന്ന ഇതുപോലുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ആയിരിക്കുമോ ചർച്ച നടത്തുക? ആന്റണി പെരുമ്പാവൂർ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതോടെ ആ തർക്കത്തിന് ഏതാണ്ട് വിരാമമായി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അതുതന്നെയായിരുന്നു ഫിലിം ചേംബർ മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യം. അതാണ് ഒരാഴ്ചക്കകം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ തുടർ നടപടികളുമായി, അതായത് ആന്റണി പെരുമ്പാവൂരിനെ സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഫിലിം ചേംബർ അറിയിച്ചിരുന്നതാണ്. അതിനെ തീർപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ സമരം ജൂൺ 1 മുതൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സിനിമ പണിമുടക്കിലേക്ക് തന്നെ പോകുമെന്ന് തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് ഫിലിം ചേംബർ അറിയിക്കുന്നത്. അങ്ങനെയാണ്. നിർമ്മാതാക്കൾ ഉൾപ്പെടെ സിനിമാ മേഖല സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് പണിമുടക്കിലേക്ക് പോകും. അതിൽ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമെന്ന് പറയുന്നത് താരങ്ങളുടെ ഉയർന്ന പ്രതിഫലം കുറയ്ക്കുക എന്ന് തന്നെയാണ്. ഈ താരങ്ങളുടെ പ്രതിഫലം ഉയർത്തുന്നതനുസരിച്ച് സിനിമാ നിർമ്മാണത്തിന് വലിയ ബാധ്യതയാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും ഇത്തരത്തിൽ ഫ്ലോപ്പായി പോകുന്ന സിനിമകളുടെ കളക്ഷൻ നോക്കുമ്പോൾ തന്നെ ചെലവിന്റെ പകുതി പോലും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പ്രൊഡ്യൂസേഴ്സ് കണക്ക് വയ്ക്കുന്നു. ഇത്തരത്തിൽ ഫെബ്രുവരിയിലെ കണക്ക് അല്ലെങ്കിൽ ജനുവരിയിലെ കണക്ക് പുറത്തുവിട്ടതാണ് ഇത്തരത്തിൽ ആളുകളെ, ഈ താരങ്ങളെ ചൊടിപ്പിച്ചത് എന്നുള്ള ഒരു ഇതുകൂടി എന്നുള്ള ഒരു നിർദ്ദേശം കൂടി, എന്നുള്ള ഒരു അഭിപ്രായം കൂടി ജി സുരേഷ് കുമാർ വെക്കുകയുണ്ടായി. ഇനി വരുന്ന മാസങ്ങളിലും ഇതുണ്ടാകും. കളക്ഷൻ എത്രയാണ്, അതല്ലെങ്കിൽ ഓരോ താരവും നേടിയ അതിനുവേണ്ടി വാങ്ങിയിട്ടുള്ള പ്രതിഫലം എത്രയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കും. അത് ചെറിയ താരങ്ങൾ പോലും 1-2 സിനിമകൾ ഹിറ്റാക്കുമ്പോൾ വലിയ പ്രതിഫലത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് സിനിമാ മേഖലയിൽ ഉണ്ടാക്കുന്നത്. ഇത് സിനിമാ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം ഈ പറയുന്നത് പോലെ നേരത്തെ നമ്മൾ തന്നെ ലിസി സ്റ്റീഫൻ വാർത്താസമ്മേളനം വിളിച്ചപ്പോൾ ചോദിച്ചതാണ്, ഏത് സാഹചര്യത്തിലാണ് സിനിമ നിർമ്മാണത്തിന്റെ അല്ലെങ്കിൽ സിനിമ വിജയിക്കുമ്പോൾ 100 കോടിയിലധികം കളക്ഷൻ നേടുമ്പോൾ അത് നിർമ്മാതാവിന്റെ ക്രെഡിറ്റിലേക്ക് പോവുകയും അതിന്റെ മുഴുവൻ, അതായത് സിനിമ താരത്തിന് കൊടുത്ത റെമ്യൂണറേഷൻ പിന്നീട് ഈ സിനിമയുടെ വിജയത്തിന് ആനുപാതികമായിട്ടുള്ള ഒരു പ്രതിഫലം നൽകാതിരിക്കുകയും, അതേസമയം സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ അത് വ്യക്തമാണ്. ഇപ്പോൾ ഫിലിം ചേംബർ പ്രസിഡന്റിന്റെ പ്രതികരണം പുറത്തു വന്നുണ്ട്.
അതിലേക്ക്. എന്താ പറയാ, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ വന്നൊരു വിഷയം, അത് ഞങ്ങളുടെ ഇൻഡസ്ട്രി, ഞങ്ങളുടെ ചേംബറിന്റെ മെമ്പർമാർ തമ്മിലുള്ള ഒരു വിഷയമാണ്. അതിന് ഞങ്ങൾ അവർക്ക് നോട്ടീസ്, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടീസ് അയക്കുക, അതിനും മറുപടി തരും. അതിന് പിൻവലിക്കാൻ പറഞ്ഞ് പിൻവലിക്കുക, അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കും. അല്ലാണ്ട് സിനിമ സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ സമരമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് സിനിമാ വ്യവസായം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, അതിനുവേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാവണം. അതിനുവേണ്ടി സർക്കാരിന്റെ പിന്തുണയും മറ്റ് സിനിമാ ഇൻഡസ്ട്രിയിലുള്ള മറ്റു സംഘടനകളുടെയും ഒക്കെ പിന്തുണയോട് കൂടിയിട്ട് നമ്മൾ സർക്കാരിനെ സമീപിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രസ്ഥാനം പോകണം. സിനിമാ വ്യവസായം ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ കോവിഡിന് ശേഷം വളരെ ദയനീയ സ്ഥിതിയിലാണ് സിനിമാ വ്യവസായം പോകുന്നത്. ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബാണ് പ്രതികരിച്ചത്. അതായത് ഈ ഒരു പ്രശ്നം, ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും തമ്മിലുള്ള പ്രശ്നം ഒത്തുതീർപ്പാക്കിയിരിക്കുന്നു. അതായത് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണം എന്ന് നേരത്തെ തന്നെ ഫിലിം ചേംബർ മുന്നറിയിപ്പ് നൽകിയതാണ്. അത് ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിലാണ് പിന്നീട് പരസ്യമായ പോരിലേക്ക് വരെയും നീങ്ങിയത്. ഏറ്റവും ഒടുവിൽ ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരിക്കുകയാണ്.